ഇന്നത്തെ പ്രൊമോയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഇന്ന് വീട്ടിൽ സ്വേച്ഛാധിപതികളാകാൻ പോകുന്നത് നെവിനും ജിസേലുമാണ്. ഓൾറെഡി ടാസ്കിൽ നിന്നും 6 പേരെ ആദ്യഘട്ടത്തിൽ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. അതിൽ അനുവും ശൈത്യയും അഭിലാഷും ഒനിയിലും ജിസേലും നെവിനുമാണുള്ളത്. രാവിലെ വന്ന പ്രൊമോയ്ക്കകത്തു നിന്നും അനു ഔട്ടാകുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുള്ളത് 5 പേരാണ്. പക്ഷേ ഇന്ന് അല്പസമയം മുൻപ് വന്ന പ്രൊമോയ്ക്കകത്ത് 4 പേര് തമ്മിൽ വടം വലിക്കുന്നുണ്ട്. അതിൽ ഒരു ടീമിൽ ജിസേലും നെവിനുമാണ്, മറു ടീമിൽ ശൈത്യയും അഭിലാഷുമാണ്. കമ്പാരിറ്റീവ്ലി എനിക്ക് തോന്നുന്നത് നെവിൻ്റെയും ജിസേലിൻ്റെയും ടീം കുറച്ചുകൂടി സ്ട്രോങ് ആണ്. മാത്രമല്ല ആ ഒരു പ്രൊമോയ്ക്കകത്ത് ജിസേലും നെവിൻ്റെയും സൈഡിലേക്കാണ് വടം വരുന്നത്. പക്ഷേ അതിൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ടാകാൻ സാധ്യത ഉണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. നോർമലി നമ്മൾ ചിന്തിക്കുമ്പോൾ ജിസേലും നെവിനും തന്നെയാണ് ഇന്ന് സ്വേച്ഛാധിപതികളാകാൻ പോകുന്നത്. പക്ഷേ ഇനി നമ്മുടെ ആദ്യത്തെ ക്യാപ്റ്റൻസി ടാസ്കിൽ നേരെ തിരിച്ച് അനീഷിനെ ക്യാപ്റ്റനാക്കി തുറക്കുന്നുണ്ടോ? ആർക്കും ഇഷ്ടമില്ലാത്ത ഒരാളെ തിരഞ്ഞെടുത്ത് അനീഷായി. പക്ഷേ അങ്ങനെ ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയ അനീഷാണ് അവിടെ ക്യാപ്റ്റനായത്. ഇനി അതുപോലെ തന്നെ ഈ ഒരു വടംവലിയിൽ തോൽക്കുന്ന ആൾക്കാർ സ്വേച്ഛാധിപതികളാകുമോ, അങ്ങനെ ഒരു ട്വിസ്റ്റ് കൊണ്ടുവരുമോ എന്നറിയത്തില്ല. എന്തായാലും നോർമലി നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ 6 പേരിൽ അവസാനം വന്ന 4 പേര് ഇവരാണ്. അതിൽ വടം വലിച്ച് 2 പേര് ജയിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നത് ജിസേലും നെവിനുമാണ്. നമുക്ക് കണ്ടു തന്നെ അറിയാം ആരായിരിക്കും സ്വേച്ഛാധിപതി ആകുന്നത് എന്ന്. കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും.